എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ ഒരു കൃഷിക്കാരൻ ഒരു പെരുമഴക്കാലത്ത് തൻ്റെ വയലിൽ ഒരു കൃഷിക്ക് ആരംഭം കുറിക്കാൻ തീരുമാനമെടുത്തു. ഒരു നല്ല തുടക്കത്തിനായി തൻ്റെ ഗ്രാമവാസികളെയും തൻ്റെ ബന്ധുമിത്രാദികളെയും തൻ്റെ സുഹൃത്തുക്കളെയും എല്ലാം അദ്ദേഹം ആ വയലിലേക്ക് വിളിച്ചു വരുത്തി. അവരെല്ലാവരും ഒരുമിച്ച് വളരെ വലിയ ആഘോഷത്തോടെ ആ കൃഷിഭൂമി ഒരുക്കി അതിൽ വിത്തിട്ടു. അതൊരു വലിയ ആഘോഷമാക്കി, ഒരു നല്ല തുടക്കമാക്കി അവർ മാറ്റി. ശേഷം കാലം മുന്നോട്ട് പോയി. മഴക്കാലമായിരുന്നു. അയാൾ ആ മഴക്കാലത്ത് ആ വയലിലേക്ക് പോയില്ല. ഓൾറെഡി ആ മണ്ണിനെ നനയ്ക്കാൻ ആവശ്യമായ വെള്ളവും വളവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മഴ ദിനംതോറും പെയ്തുകൊണ്ടിരുന്നു. കാലം മുന്നോട്ട് പോയി. മഴക്കാലം മാറി. വല്ലപ്പോഴും മഴ പെയ്യുന്ന ഒരു അവസ്ഥയായി. എങ്കിലും ആ വിത്ത് വളർന്നു. അതിനൊപ്പം കളയും വളർന്നു. അയാൾ ആ വയലിലേക്ക് പോയില്ല. ഒരിക്കൽ ഇട്ട തുടക്കം അത് അവിടെ തന്നെ അങ്ങനെ കിടന്നു. ആ തുടക്കം വളരെ വളരെ പതിയെ വളർന്നുവെങ്കിലും ആ വളർച്ചയ്ക്കൊപ്പം കളയും അതിനൊപ്പം വളർന്നു. പിന്നീട് ഒരിക്കൽ ആ വയൽ കണ്ട നാട്ടുകാർ ആ വയലിൽ അദ്ദേഹത്തിന്റെ കൃഷി എന്താണ്, ആ വയലിലെ കള എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കൂടിച്ചേർന്ന് വളരുന്ന വയലാണ് നാട്ടുകാർ കണ്ടത്. അതേ സമയത്ത് തന്നെ മറ്റൊരിടത്ത് ഒരു കൃഷിക്കാരൻ ആരെയും അറിയിക്കാതെ താൻ തനിയെ ഒരു കൃഷിക്ക് തുടക്കമിട്ടു. അതിനായി അദ്ദേഹം തന്റെ വയലിനെ ക്രമീകരിച്ചു. വയലിലെ കളകളെല്ലാം പിഴുതുമാറ്റി അവിടേക്ക് വിത്തിട്ടു. മഴക്കാലമായിരുന്നു. എങ്കിലും അദ്ദേഹം ആ വയലിലേക്ക് കടന്നു ചെന്ന എല്ലാ ദിനവും നേരം വെളുക്കുമ്പോൾ മുതൽ സന്ധ്യ വരെ ആ വയലിൽ വേല ചെയ്ത് വിത്തിനൊപ്പം തന്റെ വിത്തിന്റെ വളർച്ചയെ പരിശോധിക്കുകയും ആ വിത്തിനൊപ്പം വളരുന്ന കളകളെ പിഴുതുമാറ്റിയും ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും അയാൾ ആ ചെടിക്ക് അല്ലെങ്കിൽ ആ കൃഷിക്ക് കൂടെ നിന്നു. കാലങ്ങൾ പലത് മാറി. മഴക്കാലം തീർന്നു. എന്നിട്ടും തന്റെ കൃഷിക്ക് വേണ്ട വെള്ളവും വളവും അദ്ദേഹം അവിടെ എത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ രണ്ട് വ്യക്തികൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ വ്യക്തി വളരെ ആഘോഷമായി ഒരു നല്ല രീതിക്ക് ഒരു നല്ല തുടക്കം തുടർന്നു. എന്നാൽ രണ്ടാമത്തെ വ്യക്തി തുടക്കം വളരെ മോശമായിരുന്നു. വളരെ നിശബ്ദനായി അധികമാരും അറിയപ്പെടാതെ താൻ ആ തുടക്കം ആരംഭിച്ചു. എന്നാൽ ആദ്യത്തെ വ്യക്തിക്ക് പറ്റിയ പോരായ്മ എന്ന് പറയുന്നത് തുടക്കമുണ്ടായിരുന്നുവെങ്കിലും തുടർച്ച ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ കൃഷിക്കാരനെ നോക്കുക. താൻ വളരെ നിശബ്ദനായി ഒരു തുടക്കം ആരംഭം കുറിച്ചു. പിന്നീട് അതിനെ താൻ ഒരു തുടർച്ച ഉണ്ടാക്കി. അത് തൻ്റെ ഒരു ജീവിത ശൈലിയായി മാറി. അങ്ങനെ താൻ ഒരു കൃഷിക്കാരനാണെന്ന് താൻ തെളിയിച്ചു. ശേഷം വിളവെടുക്കുന്ന സമയമായപ്പോൾ രണ്ടാമത്തെ വ്യക്തി തൻ്റെ നാട്ടുകാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ച് അവരെല്ലാവരും ആഘോഷമായി ആ വിളവ്, ആ ഫലം കൊയ്തു. അതൊരു കൊയ്ത്തുത്സവമാക്കി ആ കൃഷിക്കാരൻ മാറ്റി. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒട്ടനവധി ചിന്തകൾക്ക്, ശീലങ്ങൾക്ക്, ഒട്ടനവധി പ്രവർത്തികൾക്ക് നാം ആരംഭം കുറിക്കാറുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ആരംഭം കുറിച്ച എത്ര പ്രവർത്തികൾ ഇന്ന് ഞാൻ തുടർന്നു പോകുന്നുണ്ട്? എത്ര പ്രവർത്തികൾ ഇന്ന് എൻ്റെ ശീലമായിട്ടുണ്ട്? എത്ര കാര്യങ്ങൾക്ക് ഇന്ന് തുടർച്ച ഉണ്ടാകുന്നുണ്ട്? എത്ര എണ്ണത്തിന് ഞാൻ ഫലം കൊയ്യുന്നുണ്ട്? നാം തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ തുടർച്ചയിലാണ് അതിന്റെ വിജയം ഉണ്ടാകുന്നത്. ബൈബിളും നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ആരംഭമല്ല, അതിന്റെ അവസാനത്തിനാണ് ഏറ്റവും വാല്യൂ ഉള്ളത്. എങ്ങനെ നാം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ആഘോഷമായി നമ്മൾ പലതും ആരംഭിക്കാറുണ്ട്, പക്ഷെ നിശബ്ദമായി പലതും അവസാനിക്കാറുമുണ്ട്.
പക്ഷെ നിശബ്ദമായി ആരംഭിക്കുക, ആഘോഷമായി അത് അവസാനിക്കട്ടെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. തുടക്കങ്ങൾ ഒട്ടനവധി ഉണ്ടാകാം, പക്ഷെ തുടർച്ചയ്ക്കാണ് പ്രാധാന്യം. ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം എടുത്ത പല തീരുമാനങ്ങളുടെയും തുടർച്ചയെ പരിശോധിക്കുന്ന ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളെ നമുക്ക് മാറ്റാം. നമുക്ക് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ ഒരുക്കിയിട്ടിരിക്കുന്ന വയലിൽ എത്ര കാര്യങ്ങൾ, എത്ര വിത്തുകൾ ആ വയലിൽ വളരുന്നുണ്ട്. ആ വിത്തുകൾ ഓരോന്നും അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അതോ അന്നിട്ട വിത്ത് ഇന്ന് കളയ്ക്കൊപ്പം മൂടിപ്പോയോ? ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ട പലതും കളകൾക്കൊപ്പം മൂടപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാം. വിത്തേത്, കളയേത്, ഫലമേത് എന്ന് തിരിച്ചറിയാനാകാതെ നമ്മുടെ സ്വപ്നങ്ങൾക്കൊപ്പം അത് കാട് പിടിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ക്രമീകരിച്ചാൽ ആ വയലിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ആ കളകളെ പിഴുതുമാറ്റി നമ്മുടെ വിത്തിന് വേണ്ടുന്ന പരിചരണം അതാത് സമയങ്ങളിൽ നൽകി കൊടുത്തു കഴിഞ്ഞാൽ അത് അവസാനം നമ്മുടെ ജീവിതത്തിലെ സ്വപ്നത്തിന്റെ വിജയമായി, നമ്മുടെ ഭാവിയുടെ വിജയമായി, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ വിജയമായി, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വിജയമായി അത് മാറ്റപ്പെടും. കളകളെ പിഴുതു മാറ്റുക, നാം സ്വപ്നം കണ്ട ആ വിത്ത്, നാം വളർത്തേണ്ട ആ വിത്തിന് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുക, അതിനു വേണ്ടുന്ന വളവും വെള്ളവും അതാത് സമയങ്ങളിൽ നൽകുക, അതിനുവേണ്ടി രാവേറെ പരിശ്രമിക്കുക. പരിശ്രമം ഉണ്ടാകുമ്പോഴാണ് തുടക്കം ഒരു നല്ല തുടർച്ചയുണ്ടായി അതിൽ നിന്ന് ആഘോഷമായി നമുക്ക് വിജയം നേടാൻ കഴിയുന്നത്. ഈ ഒരു ചെറുചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. മേ ഗോഡ് ബ്ലസ്.